ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി ഫീൽഡ് ടെസ്റ്റ് നമ്മൾ നോക്കി. ഫീൽഡ് ടെസ്റ്റ് നമ്മൾ എന്തൊക്കെയാണ് ഒബ്സർവ് ചെയ്തത്? ഫൈൻനെസ് നമ്മൾ ഒബ്സർവ് ചെയ്തു, സ്പെസിഫിക് ഗ്രാവിറ്റി ഒബ്സർവ് ചെയ്തു, ബൈൻഡിങ് പ്രോപ്പർട്ടി നമ്മൾ ഒബ്സർവ് ചെയ്തു, സ്ട്രെങ്ത് ഒബ്സർവ് ചെയ്തു, അതേപോലെ അൺസൗണ്ട്നെസ് നമ്മൾ ഒബ്സർവ് ചെയ്തു. നമുക്ക് ഓൾറെഡി മനസ്സിലായി ഫീൽഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, അതേപോലെ മനസ്സിലാക്കാൻ നമുക്ക് പാടാണ്. ബിക്കോസ് അതിന് നമുക്ക് എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ലോണം മനസ്സിലാകത്തുള്ളൂ. നമുക്ക് ഓൾറെഡി മനസ്സിലായി. ഓക്കെ, അപ്പം ലാബ് ടെസ്റ്റിന് നമ്മൾ ഡിഫറൻസ് നോക്കിയായിരുന്നു. ലാബ് ടെസ്റ്റിനും ഫീൽഡ് ടെസ്റ്റിന്റെ ഡിഫറൻസ് എന്തായിരുന്നു നമ്മൾ ഓൾറെഡി നോക്കി. ലാബ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? നമുക്ക് ചെയ്യാൻ കുറച്ച് പാടാണ്, പക്ഷെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. ചെയ്യാൻ നമുക്ക് പാടാണ്, പെർഫോം ചെയ്യാൻ നമുക്ക് പാടാണ്, പക്ഷെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതാണ് നെക്സ്റ്റ് പോയിന്റ് ഓഫ് കൺസേൺ നമ്മുടെ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് നെക്സ്റ്റ് പോയിന്റ് ഓഫ് കൺസേൺ. നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് ഓഫ് കൺസേൺ ആണ് നമ്മുടെ ലബോറട്ടറി ടെസ്റ്റ് അല്ലെങ്കിൽ ലാബ് ടെസ്റ്റ്. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ നോക്കിയ എല്ലാ ടെസ്റ്റും നമ്മൾ ലബോറട്ടറി ചെയ്യുമ്പോൾ അതിന്റെ അനാലിസിസ് ആണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ പോയിന്റ് ഓഫ് കൺസേൺ ആണ് നമ്മുടെ ഫൈൻനെസ് ടെസ്റ്റ്. ഫൈൻനെസ് ടെസ്റ്റ് ഫസ്റ്റ് പോയിന്റ് ഓഫ് കൺസേൺ ആണ് നമ്മുടെ ഫൈൻനെസ് ടെസ്റ്റ്. ഓക്കെ, അതിലും രണ്ട് കാറ്റഗറിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ്? സീവ് ടെസ്റ്റ്, സെക്കൻഡ് എയർ പെർമെബിലിറ്റി ടെസ്റ്റ്. എയർ പെർമെബിലിറ്റി ടെസ്റ്റ്. സീവ് ടെസ്റ്റ്, എയർ പെർമെബിലിറ്റി ടെസ്റ്റ്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഫൈൻനെസ് ഡിറ്റർമൈൻ ചെയ്യുന്ന രണ്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഫസ്റ്റ് നമ്മുടെ പോയിന്റ് ഓഫ് കൺസേൺ ആണ് സീവ് ടെസ്റ്റ്. ഫസ്റ്റ് നമ്മുടെ പോയിന്റ് ഓഫ് കൺസേൺ ആണ് സീവ് ടെസ്റ്റ്. സീവ് ടെസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ പോയിന്റ് ഓഫ് കൺസേൺ ആണ് നമ്മുടെ സീവ് ടെസ്റ്റ്. അപ്പോൾ ഇത് നമുക്ക് ഓൾറെഡി അറിയാം. പാര ടെസ്റ്റ് നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഫെമിലിയർ ആണ്, നമ്മൾ ഓൾറെഡി എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പോയിന്റ് ഓഫ് കൺസേൺ ഏതാണ്? നമ്മുടെ 90 മൈക്രോൺ ആണ് നമ്മുടെ പോയിന്റ് ഓഫ് കൺസേൺ, അതായത് 9 നമ്പർ സീവ്. ഓക്കെ, സീവ് നമ്പർ 9 ഓഫ് 90 മൈക്രോൺ ആണ് നമ്മുടെ പോയിന്റ് ഓഫ് കൺസേൺ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് എന്താണ്? നമ്മൾ എന്തുകൊണ്ടാണ് ഫൈൻനെസ് നമ്മൾ പെർഫോം ചെയ്യുന്നത്? നമ്മുടെ പ്രോപ്പറായിട്ട് നമ്മുടെ സിമെന്റ് ഗ്രൈൻഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ കണ്ടുപിടിക്കാനാണ്, ഡിറ്റർമൈൻ ചെയ്യാനാണ് നമ്മൾ ഫൈൻനെസ് ടെസ്റ്റ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ഓഫ് കൺസേൺ. നമ്മൾ ഫൈൻനെസ് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ അതിന്റെ ഫസ്റ്റ് കാറ്റഗറിയാണ് നമ്മുടെ സീവ് ടെസ്റ്റ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ ഒബ്സർവേഷൻ എന്താണ്? നമ്മുടെ ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ IS സീവ് 9 നമ്പർ സീവ് ആണ് നമ്മുടെ പോയിന്റ് ഓഫ് കൺസേൺ. അതേപോലെ അതിന്റെ വോയിഡ് സൈസ് എത്രയാണ്? വോയിഡ് സൈസ് എന്ന് പറയുമ്പോൾ 90 മൈക്രോൺ ആണ്. ഓക്കെ, വോയിഡ് സൈസ് എന്ന് പറയുമ്പോൾ 90 മൈക്രോൺ ആണ്. സീവ് നമ്പർ 9 ആണ്, അതും എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ വോയിഡ് സൈസ് എത്രയാണ്? 90 മൈക്രോൺ ആണ് വോയിഡ് സൈസ് വരുന്നത്. ഓക്കെ, 90 മൈക്രോൺ ആണ് വോയിഡ് സൈസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. എക്സ്പെരിമെന്റ് നമ്മൾ ചെയ്യുന്നത്, ആദ്യം നമ്മൾ എടുക്കുന്നത് 100 ഗ്രാം ഓഫ് സിമെന്റ് എടുക്കും. ഓക്കെ, 100 ഗ്രാം ഓഫ് സിമെന്റ് നമ്മൾ എടുത്തിട്ട് നമ്മൾ ഇതിനകത്ത് പോർ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ പ്ലേസ് ചെയ്യും. ഓക്കെ, 100 ഗ്രാം ഓഫ് സിമെന്റ് നമ്മൾ ഇതിൽ പ്ലേസ് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇതിന്റെ താഴെയുള്ള പാനിൽ റെക്കോർഡ് ചെയ്യും. ഓക്കെ, താഴെയുള്ള പാനിൽ റെക്കോർഡ് ചെയ്യും. എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ 100 ഗ്രാം ഓഫ് സിമെന്റ് നമ്മൾ എടുത്തു. ഓക്കെ, 100 ഗ്രാം ഓഫ് സിമെന്റ് നമ്മൾ പോർ ചെയ്തു അല്ലെങ്കിൽ പ്ലേസ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് സീവിങ് ചെയ്യും. either മാനുവലി അല്ലെങ്കിൽ മെക്കാനിക്കലി. മാനുവലി അല്ലെങ്കിൽ മെക്കാനിക്കലി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സീവിങ് ചെയ്യും ഫോർ 15 മിനിറ്റ്സ്. ഓക്കെ, 15 മിനിറ്റ്സ് വരെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? 15 മിനിറ്റ്സ് വരെ നമ്മൾ അതിനെ സീവ് ചെയ്യും. ഓക്കെ, 15 മിനിറ്റ്സ് നമ്മൾ സീവ് ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ പാർട്ടിക്കൽ അല്ലെങ്കിൽ സിമെന്റിന്റെ പാർട്ടിക്കൽ താഴോട്ട് പോകും. ഓക്കെ, സിമെന്റിന്റെ പാർട്ടിക്കൽ താഴോട്ട് പോകും. ഓക്കെ, സിമെന്റിന്റെ പാർട്ടിക്കൽ നമ്മുടെ താഴോട്ട് പോകും. നമുക്ക് ഇവിടെ സിമെന്റിന്റെ പാർട്ടിക്കൽ നമുക്ക് താഴെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് പാസസ് ത്രൂ 90 മൈക്രോൺ. ഓക്കെ, 90 മൈക്രോൺ സീവ് ത്രൂ പാസ് ചെയ്യും. ഓക്കെ, ബാക്കി നമുക്ക് കിട്ടുന്ന എന്താണ്? 15 മിനിറ്റ്സ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബാക്കി റെസ്റ്റ് ആയിട്ടുള്ള പാർട്ടിക്കൽ നമുക്ക് കിട്ടും. ഓക്കെ, ബാക്കിയുള്ള പാർട്ടിക്കൽ, സിമെന്റ് പാർട്ടിക്കൽ നമുക്ക് കിട്ടും. അതിന് നമ്മൾ പറയുന്നതാണ് റെസിഡ്യൂ. ഓക്കെ ആണല്ലോ? ഇവിടെ നമുക്ക് പാസ് ആയിട്ടുള്ള പാർട്ടിക്കൽ കിട്ടി, ഇവിടെ നമുക്ക് റിട്ടൈൻ ആയിട്ടുള്ള പാർട്ടിക്കൽ കിട്ടി. ഓക്കെ, അപ്പം റിട്ടൈൻ ആവുന്നതിന് നമ്മൾ എന്താണ് പറയുന്നത്? റെസിഡ്യൂ എന്നാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, റിട്ടൈൻ ആവുന്നതിന് നമ്മൾ റെസിഡ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? വെയിറ്റ് നമ്മൾ നോട്ട് ചെയ്യും. ഓക്കെ, വെയിറ്റ് ഓഫ് ദ പാർട്ടിക്കൽ നമ്മൾ നോട്ട് ചെയ്യും. ഓക്കെ, വെയിറ്റ് ഓഫ് ദ റെസിഡ്യൂ ലെഫ്റ്റ് നമ്മൾ നോട്ട് ചെയ്യും. വെയിറ്റ് ഓഫ് ദ റെസിഡ്യൂ ലെഫ്റ്റ് നമ്മൾ നോട്ട് ചെയ്യും ഓവർ ദ സീവ്. ഓക്കെ, ഓവർ ദ സീവ്.
വെയിറ്റ് ഓഫ് ദ പാർട്ടിക്കൽ നമ്മൾ നോട്ട് ചെയ്യും ഓവർ ദ സീവ്. ഓക്കെ, അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത് ഒ പി സിക്ക് വേണ്ടിയാണെങ്കിൽ വെയിറ്റ് ഓഫ് ദ റെസിഡ്യൂ എന്ന് പറയുന്നത് must not exceed 10%. Okay, must not exceed 10%. Okay, must not exceed 10% ആയിരിക്കണം. must not exceed 10% ആയിരിക്കണം. വെയിറ്റ് ഓഫ് ദ റെസിഡ്യൂ must not exceed 10% ആയിരിക്കണം. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ പോയിന്റ് ഓഫ് കൺസേൺ നമുക്ക് വരുന്നത്. ക്ലിയർ ആണല്ലോ? അതായത് സിമ്പിൾ ടേംസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ 100 gram ഓഫ് സിമെന്റ് ആണ് പാസ് ചെയ്തത്. ഓക്കെ, 100 gram ഓഫ് സിമെന്റ് ആണ് പാസ് ചെയ്തതെങ്കിൽ 15 മിനിറ്റ്സ് കഴിയുമ്പോൾ എന്താണ് 90 gram സിമെന്റ് താഴെ വരണം. ഓക്കെ, 90 gram സിമെന്റ് താഴെ വരണം. ബാക്കി റെസ്റ്റ് ആവുന്നത് മേഡിൽ റെസിഡ്യൂ എന്ന് പറയുന്നത് 10 gram ഓഫ് സിമെന്റ് ആയിരിക്കണം. ഓക്കെ, 10 ഗ്രാമിനെക്കാട്ടിൽ കൂടാൻ പാടില്ല ഫോർ ഒ പി സി. ഒ പി സിയുടെ കേസിൽ 10 ഗ്രാമിനെക്കാട്ടിൽ കൂടാൻ പാടില്ല. അതാണ് 10% എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അതാണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒ പി സിക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ വെയിറ്റ് ഓഫ് ദ റെസിഡ്യൂ മസ്റ്റ് നോട്ട് എക്സീഡ് 10% ഓഫ് ദ സിമെന്റ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ സിമ്പിൾ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? 10 gram ഓഫ് സിമെന്റ് എടുക്കും, നമ്മൾ സീവ് ചെയ്യണം, ഇത് മെക്കാനിക്കൽ അല്ലെങ്കിൽ മാനുവലി. 15 മിനിറ്റ്സ് നമ്മൾ സീവ് ചെയ്തിട്ട് വെയിറ്റ് ഓഫ് ദ റെസിഡ്യൂ ലെഫ്റ്റ് ഓവർ ദ സീവ് നമ്മൾ നോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒ പി സിക്ക് വേണ്ടി ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 10% ആയിരിക്കണം. അതാണ് നമ്മുടെ പോയിന്റ് ഓഫ് കൺസേൺ നമ്മൾ നോട്ട് ചെയ്യേണ്ട പാരാമീറ്റർ. ക്ലിയർ ആണല്ലോ? പിന്നെ നമുക്ക് ഇൻ അഡീഷൻ ടു ദാറ്റ് വേറൊരു പാരാമീറ്റർ കൂടെ ഇതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള മീനിങ് കൂടെ നോക്കാം. ഓക്കെ, 9 നമ്പർ ഓഫ് 90 മൈക്രോൺ, അതിന്റെ അർത്ഥം എന്താ നമുക്ക് കൂടെ നോക്കാം. എന്നിട്ട് നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇത് സീവിന്റെ ഒബ്സർവേഷൻ ആണ്, സീവിന്റെ മൈക്രോസ്കോപ്പിക് ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്കെ 9 നമ്പർ സീവ് നമ്മൾ നോക്കണം. ഓക്കെ, 9 നമ്പർ വോയിഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, 9 നമ്പർ വോയിഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം ഇത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് 1 ഇഞ്ച് ഡിസ്റ്റൻസിലാണ്. ഓക്കെ, ഇത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് 1 ഇഞ്ച് ഡിസ്റ്റൻസിലാണ്. 1 ഇഞ്ച്. ഓക്കെ, 1 ഇഞ്ച് നമ്മൾ ഡിസ്റ്റൻസിൽ അല്ലെങ്കിൽ ലെങ്ത്തിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ നമ്പർ ഓഫ് വോയിഡ്സ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കണം? 9 നമ്പർ ആയിരിക്കണം. അതിന്റെ സൈസ് എത്ര ആയിരിക്കണം? 90 മൈക്രോൺ ആയിരിക്കണം. ഓക്കെ, നമ്പർ ഓഫ് വോയിഡ്സ് എന്ന് പറയുമ്പോൾ 9 നമ്പർ ആയിരിക്കണം. നമ്പർ ഓഫ് വോയിഡ്സ് 9 നമ്പർ ആയിരിക്കണം. അതിന്റെ സൈസ് എന്ന് പറയുമ്പോൾ 90 മൈക്രോൺ ആയിരിക്കണം. ഓക്കെ, അപ്പം ഇതാണ് ആക്ച്വലി ഇതിന്റെ മീനിങ്. ഐ എസ് സി 9 നമ്പർ ഓഫ് 90 മൈക്രോണിന്റെ അർത്ഥം എന്താണ്? 90 മൈക്രോണിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ 1 ഇഞ്ച് ഡിസ്റ്റൻസ് ലെങ്ത്തിൽ, 1 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ 9 നമ്പർ വോയിഡ്സ് ഉണ്ടായിരിക്കണം. അതിന്റെ സൈസ് ഓഫ് ദ വോയിഡ്സ് എത്ര ആയിരിക്കണം? 90 മൈക്രോൺസ് ആയിരിക്കണം. അതാണ് നമ്മുടെ ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് ഫസ്റ്റ് ടെസ്റ്റ്? ഇതാണ് നമ്മുടെ സീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനസ് കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് ടെസ്റ്റ്, സീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് നമുക്ക് പ്രശ്നം? ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇത് അണ്ടർ ഗ്രൈൻഡിങ് ആണ് പറയുന്നത്. ഓക്കെ, അണ്ടർ ഗ്രൈൻഡിങ് ആണ് പറയുന്നത്. ഓക്കെ, അണ്ടർ ഗ്രൈൻഡിങ് ആണ് ഇത് പറയുന്നത്. ഓക്കെ, ഓവർ ഗ്രൈൻഡിങ് ഡിറ്റർമൈൻ ചെയ്യത്തില്ല. ഓക്കെ, ഓവർ ഗ്രൈൻഡിങ് എന്ന് പറയുമ്പോൾ ഓവറായിട്ട് ഗ്രൈൻഡ് ആയിട്ടുള്ളതെങ്കിൽ എന്താണ് 90 മൈക്രോൺസ് വഴി പാസ് ചെയ്തു പോകും. നമുക്ക് അത് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. എത്ര ക്വാണ്ടിറ്റിയിലാണ് ഓവർ ഗ്രൈൻഡ് ആയെന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അണ്ടർ ഗ്രൈൻഡിങ് മാത്രമേ പറയത്തുള്ളൂ. അണ്ടർ ഗ്രൈൻഡിങ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോപ്പറായിട്ട് ഗ്രൈൻഡ് ആയിട്ടില്ലെങ്കിൽ അത് നമുക്ക് റെസിഡ്യൂലിന്റെ ഫോമിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പ്രോപ്പറായിട്ട് ഗ്രൈൻഡിങ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് റെസിഡ്യൂൽ 10%-നെക്കാട്ടിൽ കൂടുതൽ കിട്ടും ഓപ്പോസിറ്റിന്റെ കേസിൽ. അതാണ് നമ്മുടെ അണ്ടർ ഗ്രൈൻഡിങ്ങിന്റെ കേസ് മാത്രമേ പറയത്തുള്ളൂ. ഓവർ ഗ്രൈൻഡിങ്ങിന്റെ കേസ് നമ്മുടെ സീവ് ടെസ്റ്റ് പറയത്തില്ല. അതാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാനാണ് നമ്മുടെ നെക്സ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ എയർ പെർമിയബിലിറ്റി ടെസ്റ്റ്. ഓക്കെ, അതിനെ ഓവർകം ചെയ്യുന്ന നെക്സ്റ്റ് ടെസ്റ്റ് ആണ് നമ്മുടെ എയർ പെർമിയബിലിറ്റി ടെസ്റ്റ്. ഓക്കെ, എയർ പെർമിയബിലിറ്റി ടെസ്റ്റ്. ഇതിനെ ഓവർകം ചെയ്യുന്ന ടെസ്റ്റ് ആണ് എയർ പെർമിയബിലിറ്റി ടെസ്റ്റ്. ഓക്കെ, അപ്പം ഇതെന്ന് പറയുമ്പോൾ ഇതിന്റെ അപ്പാരറ്റസ് കുറച്ച് ടഫാണ് മനസ്സിലാക്കാൻ. അതുകൊണ്ട് സിമ്പിൾ ആയിട്ട് ഞാൻ വരയ്ക്കാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് വരയ്ക്കാം എങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ് എന്ന്. ഇവിടെ നമ്മൾ അപ്പാരറ്റസ് യൂസ് ചെയ്യുന്നത് ഇതൊക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുന്നതാണ്. ബ്ലെയിൻസ് എയർ പെർമിയബിലിറ്റി
ബ്ലെയിൻസ് എയർ പെർമെബിലിറ്റി അപ്പാരറ്റസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ബ്ലെയിൻസ് എയർ പെർമെബിലിറ്റി അപ്പാരറ്റസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ വർക്ക് ചെയ്യുന്നത് സ്പെസിഫിക് സർഫസ് ഏരിയയിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സ്പെസിഫിക് സർഫസ് ഏരിയയിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിമെന്റിന്റെ ബെഡ് അല്ലെങ്കിൽ സിമെന്റ് പാർട്ടിക്കലിന്റെ ബെഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, സിമെന്റ് പാർട്ടിക്കലിന്റെ ബെഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, സിമെന്റ് പാർട്ടിക്കലിന്റെ ബെഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ഓക്കെ, സിമെന്റ് പാർട്ടിക്കലിന്റെ ബെഡ് ആണിത്. ഓക്കെ, മൈക്രോസ്കോപ്പിക് ലെവലിൽ ആണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ പറഞ്ഞു ഇതിന്റെ അപ്പാരറ്റസ് കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് സിമ്പിൾ ഫോമിൽ ഞാൻ കാണിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താണ് ചെയ്യുന്നത്, H1 എന്ന എനർജി നമ്മൾ പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, H1 എന്ന എനർജി വൺ സൈഡ് നമ്മൾ പാസ് ചെയ്യുകയാണ്, H2 എന്ന എനർജി നമുക്ക് കിട്ടും ഓൺ ദ അതർ സൈഡ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ എനർജി പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എനർജി പാസ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ എനർജി പാസ് ചെയ്യുമ്പോൾ H1 എന്ന എനർജി പാസ് ചെയ്യുമ്പോൾ ബെഡ് വഴിയാണ് പാസ് ചെയ്യുന്നത്, ബെഡ് ഓഫ് സിമെന്റ് വഴിയാണ് പാസ് ചെയ്യുന്നത്. ഓൺ ദ അതർ സൈഡ് നമുക്ക് H2 എന്ന എനർജി കിട്ടും. ഓക്കെ, അതർ സൈഡ് നമുക്ക് H2 എന്ന എനർജി നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് എന്തുകൊണ്ടാണ് ലോസ് ആയെന്ന് നമുക്ക് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും, H1 മൈനസ് H2 എന്ന ലോസ് ആണ് നമുക്കുള്ളത്. അപ്പം ഇതെന്ന് പറയുമ്പോൾ എന്തിന്റെ ഇക്വലന്റ് ആണ്, ഇതെന്ന് പറയുന്നത് ഹെഡ് ലോസിന്റെ ഇക്വലന്റ് ആണ്. എന്തുകൊണ്ടാണ് ഹെഡ് ലോസ് ആയത്, ഡ്യൂ ടു ദ റെസിസ്റ്റൻസ് ഓഫർ ബൈ ദ സിമെന്റ് ബെഡ്. സിമെന്റ് ബെഡ് ഇതാണ് നമ്മുടെ സിമെന്റ് ബെഡ്. സിമെന്റ് ബെഡ് റെസിസ്റ്റന്റ് ഓഫർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സിമെന്റ് ബെഡ് നമ്മുടെ റെസിസ്റ്റന്റ് ഓഫർ ചെയ്തുകൊണ്ട് അതുകൊണ്ടാണ് നമുക്ക് എനർജിക്ക് ലോസ് ഉണ്ടായത്. ഓക്കെ, അപ്പം എനർജി ലോസ് എന്ന് പറയുമ്പോൾ ഏതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, എനർജി ലോസ് എന്ന് പറയുന്നത് സ്പെസിഫിക് സർഫസ് ഏരിയ ഓഫ് ദ പാർട്ടിക്കലിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, എനർജി ലോസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്പെസിഫിക് സർഫസ് ഏരിയ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഡിപ്പെൻഡ് ആവുന്നത്, സ്പെസിഫിക് സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡയമീറ്റർ ഓഫ് ദ പാർട്ടിക്കൽ. ഓക്കെ, സൈസ് ഓഫ് ദ പാർട്ടിക്കൽ ആയിരിക്കും നമ്മുടെ സ്പെസിഫിക് സർഫസ് ഏരിയ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മോർ ഫൈനർ ദ പാർട്ടിക്കൽ, മോർ സ്പെസിഫിക് സർഫസ് ഏരിയ, മോർ വിൽ ബി ദ സ്പെസിഫിക് സർഫസ് ഏരിയ. നമ്മുടെ പാർട്ടിക്കൽ എത്രയധികം ഫൈൻ ആവുന്നോ അതനുസരിച്ച് സ്പെസിഫിക് സർഫസ് ഏരിയ അത്രയധികം കൂടും. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഗ്രൈൻഡിങ് ആണ്. ഓക്കെ, ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഗ്രൈൻഡിങ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഗ്രൈൻഡിങ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ടെസ്റ്റ് എന്ന് പറയുന്നത്, എയർ പെർമിയബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ അപ്പാരറ്റസ് ഏതാണ് യൂസ് ചെയ്യുന്നത്, ബ്ലെയിൻസ് എയർ പെർമിയബിലിറ്റി അപ്പാരറ്റസ് ആണ്. ഇവിടെ നമ്മൾ എനർജി നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒരു സൈഡിൽ നിന്ന് എനർജി പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. H1 എന്ന എനർജി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതർ സൈഡിൽ H2 എന്ന എനർജി നമുക്ക് റിസീവ് ആകും. അത് എന്തുകൊണ്ടാണ് റിസീവ് ആകുന്നത്, ബിക്കോസ് ഓഫ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദ സിമെന്റ് ബെഡ്. ഓക്കെ, അപ്പോൾ ഹെഡ് ലോസിന്റെ ഫോമിൽ നമുക്ക് അത് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. ഹെഡ് ലോസ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ആ ഹെഡ് ലോസ് ഉണ്ടായത്, ബിക്കോസ് ഓഫ് സിമെന്റ് ബെഡ്. സിമെന്റ് ബെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, അത് സ്പെസിഫിക് സർഫസ് ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റർ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സ്പെസിഫിക് സർഫസ് ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റർ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇത് നമ്മൾ പാർട്ടിക്കൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ സ്പെസിഫിക് സർഫസ് ഏരിയ കാരണമാണ് നമുക്ക് ലോസ് ഒബ്സർവ് ചെയ്തത്. ക്ലിയർ ആണല്ലോ. അതേപോലെ അത് എന്തിനാണ് ഡയറക്റ്റായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഡയറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡയമീറ്റർ ഓഫ് ദ പാർട്ടിക്കൽ. അതായത് പാർട്ടിക്കലിന്റെ സൈസ് എത്രയധികം കുറയുന്നോ അതനുസരിച്ച് സ്പെസിഫിക് സർഫസ് ഏരിയ കൂടും. ഓക്കെ, അതായത് നമ്മുടെ പാർട്ടിക്കൽ നല്ലോണം ഗ്രൈൻഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, നമ്മുടെ പാർട്ടിക്കൽ സൈസ് ഓഫ് ദ പാർട്ടിക്കൽ പ്രോപ്പറായിട്ട് ഗ്രൈൻഡ് ആയിട്ടുണ്ടോ, അതായത് ഓവർ ഗ്രൈൻഡിങ് നടന്നിട്ടുണ്ടോ അതേപോലെ അണ്ടർ ഗ്രൈൻഡിങ് നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് പ്രോപ്പറായിട്ട് രണ്ടും നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും എയർ പെർമെബിലിറ്റി ടെസ്റ്റിൽ. അതാണ് നമ്മുടെ ഓവർകം ചെയ്യുന്നത് പറഞ്ഞത്. സീവ് ടെസ്റ്റിൽ നമ്മൾ ഓവർകം ചെയ്ത് എന്ന് പറഞ്ഞത് ഇതാണ്. ഓക്കെ, സീവ് ടെസ്റ്റിൽ എന്തായിരുന്നു നമുക്ക് പ്രശ്നം, അണ്ടർ ഗ്രൈൻഡിങ് മാത്രമേ പറയത്തുള്ളൂ. ഇവിടെ എന്താണ്, ഓവർ ഗ്രൈൻഡിങ്ങും പറയും അതേപോലെ അണ്ടർ ഗ്രൈൻഡിങ് പറയും ഓൺ ദ ബേസിസ് ഓഫ് സ്പെസിഫിക് സർഫസ് ഏരിയ. അപ്പോൾ ഇവിടെ പ്രിൻസിപ്പിൾ എന്താണ്, സ്പെസിഫിക് സർഫസ് ഏരിയ ആണ് നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് കൺസേൺ. ഓക്കെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റർ എന്ന് പറയുമ്പോൾ ഫോർ OPC സ്പെസിഫിക് സർഫസ് ഏരിയ should not be less than 2250 centimeter square per gram. ഓക്കെ, അതായത് 1 gram നമ്മൾ എടുക്കുമ്പോൾ, 1 gram സിമെന്റ് നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ ടോട്ടൽ ആയിട്ടുള്ള സ്പെസിഫിക് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2250 സെന്റിമീറ്റർ സ്ക്വയറിനെക്കാട്ടിൽ ചെറുതായിരിക്കണം. അതാണ് നമ്മുടെ പോയിന്റ് ഓഫ് കൺസേൺ നമ്മുടെ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പം ഓവറോൾ നമ്മൾ നോക്കിയപ്പോൾ എന്താണ് നമ്മൾ നോക്കിയത്, നമ്മൾ ഫീൽഡ് ടെസ്റ്റ് നമ്മൾ ഓൾറെഡി നമ്മൾ നോക്കി, ലബോറട്ടറി ടെസ്റ്റ് നമ്മൾ നോക്കി. ലബോറട്ടറി ടെസ്റ്റിൽ എന്താണ് നമ്മൾ നോക്കിയത്, ഫൈൻനെസ് ടെസ്റ്റ് നമ്മൾ നോക്കി. ഫൈൻനെസ് ടെസ്റ്റിൽ നമ്മൾ സീവ് ടെസ്റ്റ് നോക്കി, അതേപോലെ എയർ പെർമെബിലിറ്റി ടെസ്റ്റ് നമ്മൾ നോക്കി. ക്ലിയർ ആണല്ലോ. ഓക്കെ,